നമസ്കാരം, പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കൂ, ഇതൊരു അടിപൊളി ജോബ് അലർട്ടാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, അതായത് RLD, ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാം. ആകെ വന്നിട്ടുള്ള ഒഴിവുകൾ 40 എണ്ണമാണ്. സിവിൽ എഞ്ചിനീയറിംഗിന് 30 ഒഴിവുകളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് 10 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാസം 76,000 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അതും എഴുത്ത് പരീക്ഷയില്ല, നേരിട്ട് ഇന്റർവ്യൂ മാത്രം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊരു പെർമനന്റ് ജോലിയല്ല, 1 വർഷത്തെ കോൺട്രാക്ട് ആണ്. ഈ വീഡിയോയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അവസാന തീയതി എപ്പോൾ, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാകും, ATZ എല്ലാ കാര്യവും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കാരണം അവസാന തീയതി 2026 മെയ് 22 ഇനി 16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യം തന്നെ പറയട്ടെ, ഈ ജോലി ഫ്രഷേഴ്സിനുള്ളതല്ല. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഇതൊരു സുവർണ അവസരമാണ്. എക്സാം ഇല്ല, നിങ്ങളുടെ മാർക്ക്, എക്സ്പീരിയൻസ്, സാലറി എന്നിവ നോക്കി ഡയറക്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കും. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെ ജോലിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. കോൺട്രാക്ട് ആണെങ്കിലും നിങ്ങളുടെ CVയിൽ RLD എന്ന് വന്നാൽ അതൊരു വലിയ വാല്യൂ ആണ്. പിന്നെ 1 വർഷം കഴിഞ്ഞ് പെർഫോമൻസ് നല്ലതാണെങ്കിൽ കോൺട്രാക്ട് നീട്ടിത്തരും. ഇനി ഈ ജോലിയുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്, RLDA ആണ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണ്. റെയിൽവേയുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വികസിപ്പിക്കുക, കോമരിക്ക പ്രോജക്ട്, സ്റ്റേഷൻ ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇവരുടെ പ്രധാന പണി. ഇപ്പോൾ അവർക്ക് ആവശ്യം സൈറ്റ് എഞ്ചിനീയറിനെയാണ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ സൈറ്റിലും, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ സൈറ്റിലും വർക്ക് ചെയ്യാം. ആകെ 40 പോസ്റ്റ്, 30 എണ്ണം സിവിലും 10 എണ്ണം ഇലക്ട്രിക്കലുമാണ്. ഇനി സാലറി ആൻഡ് ജോബ് ലൊക്കേഷൻ നോക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശമ്പളമാണ്. മാസം 76,000 രൂപയാണ് CTC ആയിട്ട് ലഭിക്കുന്നത്. CTS എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് കമ്പനിയാണ്. അതായത് EPF, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ് എല്ലാം ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുന്ന തുക ഏകദേശം 65,000 മുതൽ 68,000 വരെ ആയിരിക്കും. ജോബ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ PA ഇൻ ഇന്ത്യ ആണ്. അതായത് ഇന്ത്യയിൽ എവിടെയും പോസ്റ്റ് ചെയ്യാം. ഡൽഹി, മുംബൈ, ചെന്നൈ, നാഗ്പൂർ, ഗുവാഹട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും. RLDയുടെ പ്രോജക്റ്റ് എവിടെയുണ്ടോ അവിടെ പോകേണ്ടി വരും. ഇതിൽ ശ്രദ്ധിക്കുക, എനിക്ക് കേരളത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ ഇന്ത്യൻ ട്രാൻസ്ഫർ ആണ്. ഇനി ഇത് പെർമനന്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് പെർമനന്റ് ജോബ് അല്ല, ഇത് 100% കോൺട്രാക്ട് ജോലിയാണ്. ആദ്യം 1 വർഷത്തേക്ക് മാത്രം. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ RLDAക്ക് ഇനിയും ആ പ്രോജക്റ്റ് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാക്ട് നീട്ടിത്തരും. പക്ഷെ ഇത് ചെയ്തുകൊണ്ട് RLDA സ്ഥിര നിയമനം കിട്ടാൻ ഒരു അവകാശം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ BE, BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് പാസ്സായിരിക്കണം. പ്രധാന കാര്യം അത് ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം. കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, പാർട്ട് ടൈം എന്നിവ പറ്റില്ല. AICTE അല്ലെങ്കിൽ UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം. മാർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ജനറൽ, OBC, EWS കാറ്റഗറിക്ക് 50% മാർക്ക് വേണം. SC, ST, PWD കാറ്റഗറിക്ക് 50% മാർക്ക് മതി. ഇത് ഫൈനൽ ഇയറിലെ ഓവറോൾ പെർസെന്റേജ് ആണ്. ഇനി എക്സ്പീരിയൻസ് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി എവിടെയൊക്കെ വർക്ക് ചെയ്താൽ കണക്കാക്കുമെന്ന് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് PSU, സ്റ്റേറ്റ് ഗവൺമെന്റ് PSU അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനി. ഇനി എന്ത് പണി ചെയ്തിരിക്കണം എന്നത് നോക്കാം. കൺസ്ട്രക്ഷൻ, ഡെവലപ്മെന്റ്, ഇലക്ട്രിക്കൽ വർക്ക്, MEP അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആണ്. ഇതുകൂടാതെ ഇന്റേൺഷിപ്പ്, അപ്രന്റിഷിപ്പ്, ടീച്ചിങ്, ഫ്രീലാൻസിംഗ് എന്നിവ എക്സ്പീരിയൻസ് ആയി കണക്കാക്കില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയ തീയതിക്ക് ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ പരിഗണിക്കൂ. നിങ്ങളുടെ പ്രായം 2026 മെയ് 22 45 വയസ്സ് കവിയാനായിട്ട് പാടില്ല. അതായത് 22/5/2026 45 വയസ്സായിരിക്കണം. ഇതിൽ SC, STക്ക് 5 വർഷം ഇളവുണ്ട്. അപ്പോൾ 50 വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. OBCക്ക് 3 വർഷം ഇളവാണ്, 48 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. PWDക്ക് 10 വർഷം ഇളവുണ്ട്, 55 വയസ്സ് വരെ അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഒന്നിലധികം കാറ്റഗറിയിൽ ഇളവുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇളവ് കിട്ടുന്ന കാറ്റഗറി മാത്രമേ പരിഗണിക്കൂ. ഇനി എങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കാം. ആദ്യം തന്നെ സന്തോഷ വാർത്ത, ഈ ജോലിക്ക് അപേക്ഷിക്കാൻ 1 രൂപ പോലും ഫീസ് ഇല്ല. ജനറൽ ആയാലും OBC ആയാലും SC, ST ആയാലും എല്ലാവർക്കും ഫ്രീ ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടല്ല. RLDAയുടെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഡോക്യുമെന്റ്സിന്റെ കൂടെ ഒരു ഇമെയിൽ അയക്കാം. അത്രേ ഉള്ളൂ. ഇമെയിൽ ID വരുന്നത് RLDEMP.HR@gmail.com.
തപാൽ വഴിയോ നേരിട്ട് RLDO ഓഫീസിൽ പോയോ അപേക്ഷ കൊടുക്കരുത്, അത് സ്വീകരിക്കുന്നതല്ല. ഇനി ഈ അപ്ലിക്കേഷൻ ഫോം ഇവിടെ കിട്ടുമെന്ന് നോക്കാം. RLDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ നോട്ടിഫിക്കേഷന്റെ അവസാന പേജിലോട്ട് വരുമ്പോൾ അപ്ലിക്കേഷൻ ഫോം കാണാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പൂരിപ്പിക്കേണ്ടതാണ്. ഇതുകൂടാതെ നീലമഷി പെൻ ഉപയോഗിച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം പൂരിപ്പിക്കാനായിട്ട്. ഒരു കോളവും വിട്ടുപോകരുത്. നിങ്ങളുടെ പേര്, അഡ്രസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എല്ലാം വ്യക്തമായിട്ട് എഴുതണം. കൂടാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്നൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് നോക്കി എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇമെയിൽ അയക്കുമ്പോൾ ഈ ഡോക്യുമെന്റ്സിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അറ്റാച്ച് ചെയ്യണം. 1 പൂരിപ്പിച്ച അപ്ലിക്കേഷൻ ഫോം, 2 ചെക്ക് ലിസ്റ്റ്, 3 10th സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ, 4 BTech ഡിഗ്രി സർട്ടിഫിക്കറ്റ്, എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ് ആവശ്യമാണ്, 5 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ ചെയ്ത ജോലി, കാലയളവ് എല്ലാം വ്യക്തമായി എഴുതിയിരിക്കണം. 6 കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. OBC, NCL, EWS എന്നിവ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേതായിരിക്കണം. 7 അവസാന 3 മാസത്തെ പേ സ്ലിപ്പ് ആൻഡ് ഫോം 60 ആണ്. 8 ആധാർ, പാൻ കാർഡ്. 9 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഈ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലിക്കേഷൻ ഫോമും ചേർത്ത് ഒരു സിംഗിൾ PDF ആക്കി ഇമെയിൽ അയക്കുക. ഓരോ ഡോക്യുമെന്റ്സിനും നിങ്ങളുടെ ഒപ്പ് ഉണ്ടായിരിക്കണം. ഇനി അവസാന തീയതി നോക്കാം. ഇത് വളരെ പ്രധാനമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 മെയ് 22 ആണ്. ഇന്ന് 2026 മെയ് 6 ആണ്. അപ്പോൾ ഇനി 16 ദിവസം കൂടിയുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, NOC, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. 22-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷം വരുന്ന ഇമെയിൽ സ്വീകരിക്കുന്നതല്ല. ഇനി സെലക്ഷൻ എങ്ങനെ, എഴുത്തു പരീക്ഷ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ജോലിക്ക് എഴുത്തു പരീക്ഷയില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. പിന്നെ എങ്ങനെയാണ് സെലക്ഷൻ എന്നൊരു ചോദ്യം ഉണ്ടാവും. ആദ്യം RLDക്ക് കിട്ടുന്ന എല്ലാ അപേക്ഷയും അവർ പരിശോധിക്കും. അതിൽ നിന്ന് അവർ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. 1 നിങ്ങളുടെ ഇപ്പോഴത്തെ ശമ്പളം, 2 നിങ്ങളുടെ റെവലന്റ് വർക്ക് എക്സ്പീരിയൻസ്, 3 BTechന് കിട്ടിയ മാർക്ക്, 4 MTech ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ടാവും. കൂടാതെ ഇന്ത്യൻ റെയിൽവേ, PSU, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസിന് വെയിറ്റേജ് കിട്ടും. ഇനി ഇന്റർവ്യൂവിന് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് നോക്കാം. ഷോർട്ട് ലിസ്റ്റ് ആയ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് ഒറിജിനൽ ഡോക്യുമെന്റ്സ് മുഴുവൻ കൊണ്ടുപോകണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ആധാർ, പാൻ കാർഡ്, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും വേണം. ഗവൺമെന്റിലോ PSUലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എംപ്ലോയറിൽ നിന്ന് NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകണം. ഇന്റർവ്യൂ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ്, സൈറ്റ് എക്സ്പീരിയൻസ്, RLDA പ്രോജക്റ്റുകളെ പറ്റിയുള്ള അറിവെന്നിവ ചോദിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ നോക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് 1 വർഷത്തെ കോൺട്രാക്ട് ജോലി മാത്രമാണ്. 1 വർഷം കഴിഞ്ഞാൽ RLDക്ക് നിങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. ഈ ജോലി ചെയ്തുകൊണ്ട് ഭാവിയിൽ RLDയിൽ പെർമനന്റ് ആകുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ഉറപ്പുമില്ല. നിങ്ങളെ ഇന്ത്യയിൽ എവിടെയും പോസ്റ്റ് ചെയ്യാം. കേരളത്തിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു അണ്ടർടേക്കിംഗ് ഒപ്പിട്ട് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ RLDA നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും RLDയുടെ ഒരു ജോലിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇന്റർവ്യൂവിന് പോവുക. ഇതുകൂടാതെ മെഡിക്കൽ ആൻഡ് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. സെലക്ട് ആയ നിങ്ങൾ സ്വന്തം ചെലവിൽ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. ആ റിപ്പോർട്ട് കൊടുക്കണം. കൂടാതെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും വേണം. നിങ്ങളുടെ പേര് ഒരു ക്രിമിനൽ കേസും പാടില്ല. ഈ 2 സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ. നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ ഡോക്യുമെന്റ്സ് ശരിയാക്കിക്കോളൂ. നോട്ടിഫിക്കേഷന്റെ PDF ലിങ്ക്, അപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടും. RLDA റിക്രൂട്ട്മെന്റിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.